അപ്പൊ അച്ഛൻ രാവിലെ ഗ്ലാസ് ഒക്കെ തുടക്കുന്നുണ്ട്. പൊന്നു ഗ്ലാസ് ഒക്കെ തുടക്കാൻ കയറിയിട്ടുണ്ട്. ഇന്ന് തൊട്ട് കിളി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. കറക്റ്റിന് ആക്റ്റീവായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ കണ്ടാള വില്ലേജ്. അപ്പോൾ നമ്മള് വേള ഘാട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ്. ഇങ്ങോട്ട് വരുമ്പോ ഇപ്പം ടണലായി കമ്പടക്കി ഘാട്ടൊക്കെ അല്ല ടണലൊക്കെ ഇറങ്ങി നിൽക്കുക. ടണലൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി നമ്മളെങ്ങോട്ടാ പറഞ്ഞ പൂനെക്ക്. നേരെ പൂനെ വഴി ഒന്നും ഭീവണ്ടി വരെ ചെല്ലോ. പിന്നെ വേണ്ടി ചെല്ലല്ലേ കുറച്ചുള്ള കിലോമീറ്റർ. ഓ ഇന്ന് നമ്മൾ ഓടിച്ചെല്ലാറായില്ലേ. കിലോമീറ്റർ 100-200 അല്ല 100-250 കിലോമീറ്റർ ഇനിയുണ്ട്. 250 ഉണ്ട്. ഇത് കണ്ടാള വില്ലേജ് അല്ലേ? അപ്പൊ അങ്ങനെ വേള ഘാട്ടാണ്. വേള എന്ന് പറയുന്നത് ഈ മലയുടെ അപ്പുറത്തെ വില്ലേജാണ് വേള. അപ്പൊ ഈ മല അങ്ങനെ ഈ ഘാട്ടിന് അങ്ങനെ അറിയപ്പെടുന്നത് വേള ഘാട്ടെന്ന് അറിയപ്പെടുന്നത്. അങ്ങോട്ട് പോകുമ്പോ ഇപ്പം ഈ മല കയറി വേണമ്പോ ഇങ്ങോട്ട് വരുമ്പോ ടണലുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴും ടണലില്ലേ? ടണൽ അങ്ങോട്ട് പണി നടന്നുകൊണ്ടിരിക്കുക, തീർന്നില്ല. അപ്പൊ ഇങ്ങോട്ട് വന്നേ ടണലിനകത്ത് അന്നേരം നല്ല ഉറക്കമല്ലായിരുന്നു. ഞാൻ ഉറക്കമായിരുന്നു, കണ്ടില്ല. गुड मॉर्निंग. बढ़िया, आपके सारे ब्लॉग में देखता हूँ रेगुलर जैसे आते हैं. बहुत अच्छा आप जो बनाते हैं वीडियो सब अच्छी रहती है, देखने में मजा आता है. और ये जब सब लेडीज लोग जो पूरा इनका योगदान है ये पूरे टीम का आपका बहुत अच्छा रहता है. थैंक यू. हमें प्राउड फील होता है कि अपनी देश की लेडीज महिला इतने अच्छे काम करती है. എന്നാ പിന്നെ നമുക്ക് രാവിലെ ഭീവണ്ടിയിലേക്കുള്ള യാത്ര തുടങ്ങിയേക്കാം. രാവിലെ ഞങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കി തരുന്നുണ്ടോ? രാവിലെ നമ്മൾ നല്ല മറാത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങും. അത് ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അതുകൊണ്ട് അടുത്ത കട കാണുമ്പോൾ അവിടെ ചവിട്ടുക. അതെ. ആരെ ചോട്ടണ്ട? നിന്നെ ചോട്ടിയത്? എന്നെ ചോട്ടണ്ട, ബ്രേക്കിൽ ചോട്ടിയാ മതി. എന്താന്ന് മനസ്സിലായില്ലേ? കാറ്റാടിയുടെ ആ തൂണാ. രണ്ട് പിള്ളേർ കിടക്കുന്നു. അതെ, അവിടെ മുന്നേ അതെ 3-4 കിടക്കുന്നു. ഇവിടെ 4 കിടക്കുന്നു. ഇവരൊക്കെ കൂടുതലും രാത്രിയിലായിരിക്കും ഓടുന്നത്. ധൻഗർവാടി. ഇവിടെ ഒത്തിരി വണ്ടികൾ നിർത്തിയിട്ടുണ്ടല്ലോ. നല്ല നോ എൻട്രി ഉണ്ടോ? നോ എൻട്രി ഒന്നുമില്ല. കൊറേ വണ്ടി നിർത്തിയിട്ടുണ്ട്. അങ്ങ് വരെ ലൈനാ. നോ എൻട്രി. അതെ, ഇപ്പൊ പൂനെയിൽ തിരക്കായോണ്ട് ഓക്കെ. പക്ഷെ ആ മുന്നിലങ്ങനെ ഒതുക്കണം. നോ എൻട്രി. നമ്മൾ ആ ഇടയ്ക്ക് ഇങ്ങോട്ട് കേറിയില്ലേ, അതാ പോലീസ് ഈ വണ്ടി വിട്ട് ബാക്കി ലോക്കൽ ആ മറ്റേ പാലുവണ്ടിയൊക്കെ ആയില്ലേ പോന്ന കണ്ടേ. അപ്പൊ ഇപ്പൊ പൂനെയില് നോ എൻട്രിയാ. ഈ 11 മണി കഴിഞ്ഞ ട്രക്ക് പോകാൻ പാടുള്ളൂ. ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറ്റി ഒതുക്കും. 11 മണി കഴിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. നമുക്ക് അവിടെ നിന്ന് കട ഉണ്ടെങ്കിൽ കാപ്പി കുടിക്കാം. അതുകൊണ്ട് വണ്ടികൾ പോകാതിരിക്കാൻ വേണ്ടിയാ പോലീസ് വണ്ടി ഇവിടെ ഇട്ടേക്കുന്നുണ്ടോ. നമുക്കെന്നാ അവിടെ ഇറക്കിയിടാം. ഇങ്ങോട്ട് ഇറക്കിക്കും. ടൗണിൽ കൂടാണോ പോകുന്നത്? ടൗണിൽ കൂടല്ല, ബൈപ്പാസാ. ബൈപ്പാസ് അല്ല, ഇപ്പൊ ഭയങ്കര ട്രാഫിക്കാ. അതുപോലെ വണ്ടികൾ പെരുകിയിട്ട് തിരക്കാ. അതുകൊണ്ട് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ബൈപ്പാസാ? പഴയ ബോംബെ പൂനെ റോഡ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ കാത്രജ് വഴി ഒരു ബൈപ്പാസായി. അതും കഴിഞ്ഞ് അതിനിപ്പുറത്തെ ബൈപ്പാസിൽ കൂടെ ഇപ്പൊ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെ, അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഭയങ്കര ട്രാഫിക്. ചെറുവണ്ടികൾ ഒരുപാട് കാറൊക്കെ വന്നിട്ട് ഇന്നലെ വൈകിട്ടത്തെ തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കല്ലായിരുന്നു. അതുകൊണ്ട് ഓഫീസ് ടൈം കഴിഞ്ഞിട്ടേ വലിയ വണ്ടികൾ വിടത്തുള്ളൂ. അതുകൊണ്ടാണ്. ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. എന്നാ പിന്നെ ഇവിടെ ചോദിച്ചാലോ എന്തെങ്കിലും ഉണ്ടോന്ന്. ഇവിടെ ആലു പൊറോട്ട മാത്രമേ ഉള്ളൂ. ആലു പൊറോട്ട വേണ്ടല്ലോ. എന്നാ പിന്നെ അടുത്ത കടയിലേക്ക് പോവാം. അപ്പൊ അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. നിങ്ങള് വടാപ്പാവ് കഴിക്കാനുള്ള പ്ലാനിലാണോ? അതിലായിരുന്നു. വടാപ്പാവ് ഇല്ല, മിസൽപ്പാവ് ഒക്കെ പല സാധനങ്ങളുണ്ടല്ലോ. ലോറികളൊക്കെ പോകുന്നുണ്ട് ഇപ്പം. അത് ചെറിയ വണ്ടിയാ പോകുന്നത്. അല്ല, അത് ചെറിയ വണ്ടിയല്ല. അത് ചിലപ്പോ അവിടെ ടോളിലേ അറിയാവുന്നവരായിരിക്കും. ചിലപ്പോ മുന്നിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്താം. അങ്ങനെയല്ലോ വണ്ടികളെല്ലാം വിടാൻ തുടങ്ങിയതല്ലേ. നമുക്ക് ഹൈവേയിലേക്ക് കയറി പോവാം. കട കാണുന്നിടത്ത് ഇറങ്ങാം. മഹാരാഷ്ട്രയിൽ ശരിക്കും ഇവരൊരു 12 മണി കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കുള്ളൂ. രാവിലെ ചെറിയ വടാപ്പാവോ മസാൽപ്പാവോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ള നാസ്തയേ ഉള്ളൂ. ഇതുണ്ട് ചെറിയൊരു അമ്പലം, കല്ലുകൊണ്ട് മൊത്തം കല്ല. ഒത്തിരി പഴയതാ കേട്ടോ. ഞാൻ 6 ലൈനൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും സർവീസ് റോഡിലും കൊണ്ട് ഇറക്കാൻ പറ്റിയില്ല, ഇറക്കി ഇട്ടിട്ട് പോകാൻ പറ്റിയില്ല. എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആയില്ലേ വണ്ടി വരുന്നത്. വടാപ്പാവ് മിസൽപ്പാവ് പിന്നെ വട സാമ്പാറുണ്ട്. എന്ത് വേണം? വടാപ്പാവ്. അപ്പൊ 2 വടാപ്പാവ് 1 മിസൽപ്പാവും പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും. അപ്പൊ അതെ, വടാപ്പാവ് വന്നിട്ടുണ്ട്.
കഴിച്ചോ. കഴിച്ചോ. ഒറ്റപ്പാ. ആ അങ്ങനെ കീറണം. നമ്മളെ കീറണം. നമ്മൾ കീറിയിട്ട് അതിനകത്തോട്ട് വട എടുത്ത് വെക്കുക, എന്നിട്ട് അങ്ങ് കടിച്ച് തിന്നുക. നല്ലപോലെ കീറാൻ നല്ലായിരുന്നു. ഇത് മിസൽ പാവ് ഉണ്ട്. ആ ഗ്രേവി ഉണ്ടോ? ആ ഗ്രേവിക്കകത്ത് മിച്ചറൊക്കെയാ. അതിൽ മുക്കി പാവ് എടുത്ത് കഴിക്കാം. പാവെന്ന് പറയുന്നത് ആ ബണ്ണിനാ പാവെന്ന് പറയുന്നത്. മിസൽ പാവ് എങ്ങനെയാ ഇരിക്കുന്നത്? ആ വടപ്പാവ് വെച്ച പോലെ പാവ് കീറിയിട്ട് അതിനകത്ത് അത് ഗ്രേവി അല്ലേ, അതിനകത്ത് മുക്കിയാൻ കഴിച്ചാ. നൂഡിൽസിന്റെയോ? അതാ മിച്ചർ ഇട്ടേക്കുന്നുണ്ട് അതിനകത്ത്. ആ ഗ്രേവിക്കകത്ത് മിച്ചറാ. ഈ മിസൽ പാവിന്റെ അകത്ത് മിച്ചർ മാത്രമല്ല, മിക്സിന്റെ കൂടെ ഇതുണ്ട്, മുളപ്പിച്ച പയറൊക്കെ ഉണ്ട്. പയർ മുളപ്പിച്ച അതല്ല, ചാറ് വേണമെന്ന് വെച്ചാൽ ഗ്രേവി വേണമെന്ന്. ആ ഗ്രേവി പാവ് വേണം. ഗ്രേവി മേടിച്ചോ. പാവ് പിന്നെ വലിയ ഗുണമുള്ളതൊന്നും അല്ല, മൈദയല്ലേ. വിശപ്പ് മാറുന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോ നോക്കിയപ്പം ആരോ നിൽക്കുന്നു. അപ്പൊ നോക്കിയപ്പോ നമ്മുടെ വണ്ടിക്ക് എവിടെ നാടെവിടെ? ഞാൻ പത്തനംതിട്ട. ഇവിടെ താമസിക്കുന്നത്? ഞാനിവിടെ കാപ്പൂർ പോലെ. ആ ഇവിടെ എത്രയാ താമസിക്കുന്നത്? ആ ശരി. ഒത്തിരി നാളായോ കേരളത്തിൽ നിന്ന് വന്നാ? ആ ശരി. നാട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. ആ പാവം മെയിൻ ഡ്രൈവർ കണ്ടോ ടയറൊക്കെ നോക്കുന്നേ. ഞാൻ കഴിച്ചിട്ട് പൈസ ഒക്കെ കൊടുത്ത് വരുന്നതേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് സാവകാശം സമയം എന്താ? നിങ്ങൾ ആദ്യം കഴിച്ചിട്ട് പോയിട്ട് പണി തന്നിട്ട് പറയും ഞാൻ ചെയ്യുന്നില്ലെന്ന്. അല്ല, ഞാൻ സമയം കളയണ്ടല്ലോ എന്നോർത്തങ്ങ് പെട്ടെന്ന് ചെയ്തതാ. അതുകൊണ്ട് ഹെൽപ്പ് ചെയ്തെന്നുള്ളൂ. ആ പെട്ടെന്ന് പോവാല്ലോ, അതുകൊണ്ട് ചെയ്താ. ഈ ലോറിയിൽ മാങ്ങാലോടായിരുന്നു കേട്ടോ. ആ വണ്ടി മൊത്തം കത്തിപ്പോയി. ഒരു ചെറിയൊരു ലോഡ്. ഇത് രാത്രിയിലൊക്കെ ഓടിച്ചോണ്ട് പോകാൻ എന്നാ റിസ്ക്കാന്ന് നോക്കി. ഇത് വെളിയിലോട്ട് തള്ളി നിൽക്കുന്നുണ്ടോ? അതുപോലെ ശ്രദ്ധിച്ചു വേണം അത് ഓടിക്കാൻ. നിര നദിയായത് നിര. വെള്ളമുണ്ടല്ലേ? വെള്ളമുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഉള്ളതാന്ന് തോന്നുന്നു. ബോട്ടിംഗ് ഒന്നുമില്ല. ചെറിയ ശിക്കാര വെള്ളം പോലെ കിടപ്പുണ്ട്. സ്പീഡ് ബോട്ടൊക്കെ കിടപ്പുണ്ട്. അധികം ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇവിടെ ഇപ്രാവശ്യം മഴയൊന്നും ആയിട്ടില്ല. മഴ ഭയങ്കര കുറവാ. അല്ലെങ്കിൽ ഇപ്പൊ നല്ല മഴ പെയ്യേണ്ട സമയമാണ്. നമ്മള് പ്രതീക്ഷിച്ച കാലാവസ്ഥയല്ല. അല്ല. ചക്ക ഇരിക്കുന്നു, ഇഷ്ടം പോലെ ചക്ക ഇരിപ്പുണ്ട്. ഇത് തന്നെ പൂനെ ആയില്ലേ? ഇത് ഭയങ്കര ലാഗാണല്ലോ. ആ പൂനെയിലോട്ട് ചെല്ലുന്ന ചെറിയ കയറ്റമാ. കുറെ സമയം എടുക്കും. കാര്യം അവിടെ 60 കിലോമീറ്റർ അല്ലേ കണ്ടേ? 50. അല്ല ആദ്യം നമ്മൾ തുടങ്ങിയെടുത്തുനിന്ന് കുറഞ്ഞ 2-2.5 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും എടുക്കും. എന്നുവെച്ചാൽ ചെറിയ കയറ്റമാ, സ്ലോപ്പ് ആയിട്ടുള്ള കയറ്റവും കുഞ്ഞിറക്കവും പിന്നെയും കയറ്റവും. ഇത് തന്നെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പം ഇവിടെ ഓടിയെത്താൻ ഇച്ചിരി പാടാണേ. ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങ് വരും. ഇറക്കം കൂടുതലുണ്ടോ? നമ്മളിത് ശിവാപൂർ എടുക്കാറായി. ഈ ടോൾ ബൂത്ത് ഒക്കെ ഭയങ്കര ഗുണ്ടായുസുള്ള ഒരു ടോൾ ബൂത്താ. എന്ത് വണ്ടികളാന്ന് നോക്കിയേ. ഇത് ചില സമയമുണ്ട്, വൈകുന്നേര സമയമൊക്കെ കേരള വണ്ടികൾ കൂടുതൽ വരുന്ന ഒരു സമയമാണ്. എന്ന് പറഞ്ഞാൽ പൂനെ ബോംബെ ഒക്കെ ഇറക്കാനുള്ള വണ്ടികളൊക്കെ വൈകുന്നേരം ഇവിടെ വരുന്നത്. വൈകുന്നേരം ഒരു രാത്രിയിലും ഒക്കെ. അന്നേരം ഒന്നെങ്കിൽ ഇങ്ങനെ ബ്രിഡ്ജൊക്കെ കയറ്റി ഓവർലോഡ് ഇതാന്ന് പറഞ്ഞ് പൈസ കൂടുതൽ മേടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗുണ്ടായുസ് വന്നിട്ട്. അതേപോലെ തന്നെ ഈ ഭാഗമൊക്കെ രാത്രിയിലും വെളുപ്പിനെ ഒക്കെ വരുമ്പം വളരെ ശ്രദ്ധിക്കണം. കള്ളന്മാരും പിടിച്ചുപറിയൊക്കെ ഉള്ളതാണ്. ഈ പൂനെ സത്താറ പോകുന്ന റൂട്ടിലൊക്കെ വണ്ടി കൊണ്ട് വന്ന് തടഞ്ഞു നിർത്തിയിട്ടേ ഡ്രൈവർമാരുടെ അടിയും കൊടുത്ത് പൈസ മേടിച്ച് മൊബൈലും ഒക്കെ എടുത്തുകൊണ്ട് പോകും. വേറെ വണ്ടിയും കൊണ്ട് വന്നിട്ട് ഇനി കൂടുതൽ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി അവരുടെ വണ്ടിക്കിട്ട് തട്ടിയെന്ന് പറയും. അതാ നമ്പർ. അവരുടെ കാറും കൊണ്ട് വന്നിട്ട് ആ വണ്ടി തട്ടിയെന്നും പറഞ്ഞുകൊണ്ട് വന്ന് ഓരോ പ്രശ്നങ്ങൾ. വണ്ടി തട്ടിയാ പിന്നെ എപ്പോഴും പിന്നെ പറയണ്ടല്ലോ, ഇടി പാഴ്സലാണല്ലോ. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം കോട്ടയത്തു നിന്നാണ് ലോഡ് കയറ്റിയത്. കോട്ടയം നെടുങ്കുന്നത്തുനിന്ന് ആണി അടിച്ച പെട്ടിപ്പലക, റബ്ബർ പലക ആയിട്ട് നേരെ എങ്ങോട്ടാണ്? ഭീവണ്ടിയിലേക്ക്. ഞാൻ ആദ്യം അച്ചി ഭീവണ്ടി എന്ന് പറയുമ്പോ ഏതോ വണ്ടിയുടെ എന്തോ ഇത് വെച്ചിട്ട് പറയണത് ഏതായാലും വണ്ടിയാന്ന് പറഞ്ഞല്ലേ? ഏതോ വണ്ടിയാണ് ഭീവണ്ടി എന്നൊക്കെ പറയുന്ന പോലെ എന്തോ വണ്ടിയുടെ ഞാൻ ആദ്യം ആലോചിച്ചത്. പിന്നെയാണ് മനസ്സിലായി അങ്ങനെ സ്ഥലം ഉണ്ടെന്ന്. തീവണ്ടി എന്നൊക്കെ പറയുന്ന പോലെ ബി വണ്ടി. അപ്പം പറയുന്നില്ലേ, അതാ ഞാൻ മറന്നു, ഞാൻ പറയാൻ നന്നായിരുന്നു. അപ്പൊ നമ്മുടെ വണ്ടി ശരിക്കും പറഞ്ഞാലേ ബോംബെ ടൗണിലേക്കുള്ള ലോഡ് എടുക്കാൻ പറ്റിയില്ല. 8 വർഷം കഴിഞ്ഞ വണ്ടികൾ
ബോംബെ ടൗണിലേക്ക് വിടത്തില്ല. അപ്പം നമ്മുടെ ഇപ്പം 11 വയസ്സായി 66-ന്. ഇപ്പം ഈ 26 ജനുവരി ആകുമ്പം 11 വയസ്സ് പൂർത്തിയാവും, 12 തുടങ്ങും. പിന്നെ ഇനിയിപ്പോൾ 2-3 വർഷവും കൂടെ നാഷണൽ പെർമിറ്റ് കിട്ടുള്ളൂ, ഓൾ ഇന്ത്യ പെർമിറ്റ് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഭീവണ്ടിയൊക്കെ ഔട്ടറാ. ഭീവണ്ടി, വാശി, താനയുടെ കുറേ ഭാഗങ്ങൾ അങ്ങനെയൊക്കെ ഔട്ടറാ. അപ്പോൾ അതുകൊണ്ട് ഔട്ടറിലൂടെ ഈ വണ്ടിക്ക് എടുക്കാൻ പറ്റുള്ളൂ ബോംബെക്ക് പോയാണെങ്കിൽ. ഇപ്പം ഇന്ത്യയിൽ പോകാൻ പറ്റിയാത്ത സംസ്ഥാന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ബോംബെ ടൗണും ഡൽഹി ടൗണും കയറാൻ പറ്റിയല്ല. ബാക്കി എല്ലാ സ്ഥലത്തും പോകാം, പക്ഷേ ടൗണിലേക്ക് കയറാൻ പറ്റിയാലെന്ന് മാത്രമേ ഉള്ളൂ. ഈ 2 ടൗൺ മാത്രം, ബാക്കി എല്ലാ വേണേലും പോവാം. ഇത് ഈ കാണുന്നതല്ലേ, ഇത് പഴയ ഇവിടുത്തെ ഒരു നാക്കയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒക്ട്രോയ് ഉണ്ടായിരുന്ന സമയത്ത് അതിലേക്ക് കയറി വേണമായിരുന്നു വണ്ടി പോരാൻ. ഇവിടുന്ന് റൈറ്റിലേക്ക് കാത്രയും പൂനെയൊക്കെ ഇവിടുന്ന് കയറിപ്പം മുന്നോട്ട് ചെന്നിട്ടും പൂനെ ടൗണിലേക്ക് കയറാം. ലോണാവാല, മുംബൈ നമ്മൾ നേരെ തന്നെ. അതായത് ഇപ്പൊ ഈ പോകുന്ന പൂനെക്കുള്ള ഒരു ബൈപ്പാസാ. ഇതിനു മുമ്പ് ഈ കാത്രജി കൂടെ ആയിരുന്നു ബൈപ്പാസ്. പറഞ്ഞ മനസ്സിലായോ? അത് ടൗൺ വികസിച്ചതനുസരിച്ച് അവിടുന്ന് തിരക്ക് കുറയ്ക്കാൻ വേണ്ടി വീണ്ടും ഇപ്പുറത്തോട്ട് വന്ന് ഇപ്പോഴത്തെ ബൈപ്പാസിൽ കൂടെ നമ്മൾ പോകുന്നത്. ഇത് കുറെ വർഷമായി കേട്ടോ. നോ എൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് തിരക്ക് കുറയ്ക്കാൻ വേണ്ടി വണ്ടി അവിടെ തടഞ്ഞിട്ടെന്നുള്ളതേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടില്ല, മറ്റേ വഴിയിൽ കയറി കഴിയുമ്പോൾ ഹൈവേയിൽ മറ്റേ പൂനെന്ന് വരുന്ന റോഡുകൂടെ ടച്ച് ആകുമ്പം അവിടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ടോ ഒരു വണ്ടി അതേ അവിടെ തന്നുപോയി. അയ്യോ, ആ കുഴിയിലോട്ട് പോയല്ലോ, പുറകോട്ട് വന്ന് പോയതാന്ന് തോന്നുന്നു. ആ വണ്ടി കയറി പോകുന്നതായിരുന്നു പഴയ കാത്രയിലേക്കുള്ള വഴിയാണ്. പഴയ വഴി നേരത്തെ ഈ ബൈപ്പാസ് വരുന്നതിന് മുമ്പ് അതിലേ വണ്ടി കയറി പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു കയറ്റം ഇങ്ങനെ കയറി ചെന്നിച്ച് ഇറങ്ങി ചെല്ലുന്നതാണ് പൂനെ ടൗൺ. അല്ല അവിടെ ചെല്ലുകയല്ലേ ജി. അതിനും മുന്നൽ ബോംബെ റോഡിൽ ചെന്ന് കയറും ഈ ടണൽ ഇറങ്ങി ആ മല അങ്ങോട്ട് പോയി ഇതിലെ ഇങ്ങനെ ഇറങ്ങി ഇച്ചിരി ബോംബെ റൂട്ടിൽ മുന്നിൽ ചെന്ന് ഇറങ്ങും. ന്യൂ കാത്രസ് ടണൽ 1338 മീറ്റർ. ഇതൊക്കെ ഒത്തിരി നാളായി, ഈ ടണൽ വന്നിട്ട് ഒത്തിരി നാളായി. രാത്രിയായി അല്ലേ? പെട്ടെന്ന് രാത്രിയായി. ഇനി അങ്ങ് എക്സ്പ്രസ് വേയിലോട്ട് കയറി കഴിഞ്ഞാൽ ടണലുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ആയിരിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര വെട്ടം അല്ലേ? ഒരു കാറ് തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. ഹെവി സ്ലോപ്പ് ഹെഡ് ഫോർ സേഫ്റ്റി ഡു നോട്ട് സ്വിച്ച് ഓഫ് യുവർ ന്യൂട്രൽ അടിക്കരുത്, വണ്ടി ഓഫ് ചെയ്യാൻ ചെയ്യരുത് കേട്ടോ. നല്ല ഡീപ്പ് സ്ലോപ്പാണ്. അതാ ഇവിടെ നല്ല എനർജി, വഴി നല്ലതായതുകൊണ്ട് അത്ര ഇറക്കം തോന്നുകയില്ല, പക്ഷെ നല്ല ഇറക്കമാണ്. വണ്ടി പെട്ടെന്ന് അങ്ങ് പോവും. ലാലായിച്ചൂട്ട വണ്ടി ഭയങ്കര സ്പീഡിൽ പോകും. ഇതുണ്ടോ ഈ വലിയ മലയായിരുന്നത്, ഇതെല്ലാം പാറയെല്ലാം പൊട്ടിച്ച് മാറ്റിയാണ് റോഡുണ്ടാക്കിയേക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഇല്ലേ, ആ റൂട്ടിലുള്ള അത്രയും ടണൽ ഇന്ത്യയിൽ വേറെ ഒരു റോഡിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ജമ്മു കാശ്മീർ പോകുമ്പോ കാണത്തില്ല. അല്ല, അവിടെ ഉണ്ട്. അത് വലിയ 2-3 ഇപ്പൊ ഓപ്പൺ ആയതല്ലേ. പക്ഷെ ഇതിനകത്ത് എത്ര ടണലുണ്ടോ? അത് 6 ലൈനാണ്. എന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് 3 വണ്ടി പോകാന്ന പോലെ ഇങ്ങോട്ടത്തെ സൈഡിലും 3 വണ്ടി പോകാന്നല്ലേ. അത്രയും വലിയ ടണൽ വേറെ ഇല്ല. ഇത്രയും ഉള്ളത്, ഇത്രയും എണ്ണം കൂടുതൽ. അത്രയും ഒത്തിരി മലകൾക്ക് അടിയിൽ കൂടെയാ പോകുന്നത്. ആ കയറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ടേ ഒത്തിരി ടണലുണ്ട്. ഈ റോഡ് വന്നതിന് ശേഷം ഉണ്ടല്ലോ ഈ സൈഡിലൊക്കെ ബിൽഡിങ്ങുകളൊക്കെ വന്നത്. അല്ലെ ഇവിടെ ചുമ്മാ മലയായിരുന്നു, ഒന്നുമില്ലായിരുന്നു, വഴി പോലും ഇല്ലായിരുന്നു. ആ മലയിൽ കൂടെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകൾ. ആ കെട്ടിടങ്ങളൊക്കെ എന്ത് താഴെയാണ്, ഒത്തിരി താഴെയാണ്. നമ്മൾ ആ മലയുടെ ലെവലിലുള്ള പോലത്തെ ഹൈറ്റിലല്ലേ പോകുന്നത്. അവിടെ ഒരു ലേക്ക് ഉണ്ട് അങ്ങോട്ട്. ആ കാണുന്നതാണോ പൂനെ ടൗൺ? പൂനെയുടെ ഭാഗങ്ങൾ ഇതെല്ലാം. അതൊന്നും അല്ല, അങ്ങോട്ട് ഒത്തിരി വലിയ ടൗണാ. അതെനിക്കറിയാം, വലിയ ടൗണാണ്. നമ്മൾ പണ്ട് വന്നല്ലേ. മഹാരാഷ്ട്രയിലെ 2ാമത്തെ ഏറ്റവും വലിയ ടൗണാ പൂനെ. അതുപോലെ തന്നെ പൂനെ ഒരു എഡ്യൂക്കേഷണൽ ഹബാ. ഇവിടെ ഇഷ്ടംപോലെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും കുറേ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഞാൻ പണ്ടെന്ന് ബോംബെക്ക് പഠിക്കാൻ വരണമെന്ന് പറഞ്ഞായിരുന്നു. പൂനെ അല്ലായിരുന്നു, ബോംബെക്ക് വരണമെന്നായിരുന്നു. അന്നേരം അമ്മയ്ക്കും മോൾക്കും കാണാതെ മാറി നിൽക്കാൻ പറ്റിയല്ല. അമ്മയ്ക്കും മോക്കുമല്ല, അച്ഛനത് മുളയിലെ നുള്ളിക്കളഞ്ഞ ആഗ്രഹം, അങ്ങനെ പറയുന്നതായിരിക്കും കാരണം. എന്നിട്ടാണ് പൊന്നു ചെന്നൈക്ക് പഠിക്കാൻ പോയെ. അത് ഒരു വർഷം കഴിഞ്ഞപ്പോ മൈൻഡ് മാറിയല്ലോ. അതങ്ങനെയല്ല, ചേച്ചിയോട് പറഞ്ഞു പോവണ്ട, എന്തിനാ വെളിയിൽ പോയി നിക്കണേ, നല്ല ഭക്ഷണം കിട്ടിയാൽ അതൊന്നും അല്ല എന്നോട് പറഞ്ഞു പോവണ്ട. ഞാൻ പറഞ്ഞ ആ ട്രിപ്പിലാണ് നമ്മൾ ആദ്യമായിട്ട് മറ്റേ ബോംബെ ട്രിപ്പ് വരുന്ന വ്ലോഗ് തുടങ്ങിയിട്ട് ബോംബെ ട്രിപ്പ് വരുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്നാ ചുമ്മാ കോളേജിന്റെ വാതിക്കെ കൂടെയിലും പോയിട്ട് വരാം നമുക്ക്. വേണ്ട, ഇവിടെ ഒന്നും വരുന്നില്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങോട്ട് വരുന്നേ, ഇതിനൊന്നും ആവശ്യമില്ല. എന്നാണേലും വിടത്തില്ല, വെറുതെ വെക്കുന്നതെന്ന് പറഞ്ഞു. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള വാച്ച് പോലും തന്നില്ല. പിന്നെ അങ്ങനെ വരും. എന്നിട്ട് അടുത്ത ട്രിപ്പ് ലഡാക്കിന് വന്നപ്പോ പൊന്നു
പറഞ്ഞ ആദ്യം ജയ്പൂർ കോളേജിൽ പോണോന്ന് പറഞ്ഞു. ഉടനെ അറിയാ എന്നാ നമുക്ക് ജയ്പൂർ ടൗൺ വഴി പോവാം, അപ്പൊ പൊന്നിനെ കോളേജ് നോക്കാലോ എന്ന്. പോയില്ലല്ലോ. അത് നീ വേണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ ജയ്പൂർ ആദ്യം ചോദിച്ചു, അപ്പൊ ഞാൻ ജയ്പൂർ ഒന്നും വിടാൻ പറ്റില്ല, അവിടെ ചൂടാ, അത് ഇത് ഇഷ്ടപ്പെടില്ല, മറിച്ചാൻ വേണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ എങ്ങനെയും തിന്നാളൊക്കെ വേണ്ടി സമ്മതിച്ചില്ല. പിന്നെ ഞാൻ ചെന്നൈ കൊണ്ട് വന്നു. അല്ല അപ്പം ഇളയ മോളോടാ കൂടുതൽ ഇഷ്ടം അല്ലേ? അതിനൊരു അതുകൊണ്ടായിരിക്കും അല്ലേ? അത് വെറുതെ. പക്ഷെ ഒരു കാര്യമുണ്ട്, മൂത്ത മോള് പഠിക്കാൻ പോയപ്പം കൊച്ചിയിലാന്നും പറഞ്ഞോണ്ട് വീട്ടിൽ നിന്ന് ഡെയിലി ഓരോ കാരണം നിങ്ങൾ പറഞ്ഞു വിട്ടു. കാർ അവിടെ ഒറ്റ കാറാണ്. അല്ലല്ല, കാറ് കൊടുത്തു വിട്ടു. ഇനോവയും കൊണ്ട് ചാച്ചു പോവായിരുന്നു, എൻഡവറും കൊണ്ട് പോവായിരുന്നു, ചേച്ചി ഓരോ വണ്ടി കൊണ്ട് പോവായിരുന്നല്ലോ. വീട്ടിലാരും ഇല്ലല്ലോ, അപ്പൊ വണ്ടിയെല്ലാം ഓടാണ്ട് കിടക്കുന്നോണ്ട് ഇഷ്ടമുള്ള എടുത്തോണ്ട് പോവാ. അല്ല അങ്ങനെയല്ല എന്നോട് പറഞ്ഞേ. ഇവരെല്ലാരും കൂടെ അന്ന് ഞാൻ ഓരോ വണ്ടിയും കൊണ്ട് പോയത് എപ്പോഴാ? അച്ഛയും അമ്മയും കൊച്ചായും കൂടെ നിങ്ങൾ 3 പേരുടെ ലോറി എപ്പോയ സമയത്താ. വീട്ടിലാരും വണ്ടി എടുക്കാമല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞ എല്ലാ വണ്ടിയും ആഴ്ച ഓടണോന്ന് പറഞ്ഞു. ബാക്കിയുള്ള 3 കൊല്ലം വണ്ടിയിലുണ്ടെന്ന്. പിന്നെ അത് പൊന്നു വന്നാലും ബൈക്ക് ചെന്നൈയില് ബൈക്ക് വേണമെന്ന് പറഞ്ഞു. ചെന്നൈ കൂടെ ആക്കിയാലോ അവിടുത്തെ ആ തിരക്കിനകത്തോടെ പറഞ്ഞു. അവിടുത്തെ ഇതില് ബൈക്ക് തന്നു വിടില്ല, സേഫ് അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പൊന്നു വണ്ടി ഇല്ലാണ്ട് ജീവിച്ചു, ഞാൻ വണ്ടി ബൈക്കും കൊണ്ട് എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീണിട്ടേ. അതെ, ഇനി ഇവളായിട്ട് പോയി മറിഞ്ഞു വീണില്ല, ആറ്റിലും വന്ന് ഇങ്ങോട്ട് വന്ന് കയറിയാലും പ്രശ്നമാണല്ലോ. നമ്മളും ഇന്നോട് ചെന്നൈ വരെ ചെല്ലണ്ടേ എടുത്തോണ്ട് പോയി. അത് എന്തേലും സംഭവങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പഠിക്കാൻ പോയ പിള്ളേര് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ട്. അതെ, ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾ രാത്രി ബസ് കയറിയ രാവിലെ പിന്നെ അത്ര വിഷമിക്കേണ്ട കാര്യമില്ല. എന്താ വണ്ടികൾ ഒഴുകുന്നതാണ് ഇവിടെ. അല്ലാവേ മൊത്തം കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലങ്ങളാ ഇപ്പൊ കണ്ടോ. ഫുള്ള് ടൗണായി. ടൗൺ വലുതായി ഔട്ടർ ഏരിയയും കൂടെ വലുതായി വരിക. പുതിയ പാലം ഇതിലെ പണിയുന്നുണ്ട്, പണി നടക്കുന്നേ ഉള്ളൂ. ശരിക്കും നമ്മളിങ്ങനെ നല്ല സൗകര്യത്തിൽ താമസിച്ചിട്ട് ഇതുപോലെ തിരക്കുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ? തിരക്കില്ലാത്തടത്ത് താമസിക്കുമ്പോ എന്ത് സമാധാനം. അപ്പൊ തിരക്കുള്ളിടത്തോട്ട് വരുമ്പോ തോന്നും ഭയങ്കര ബഹളമാണെന്ന് തോന്നുന്നു. പൂനെ ടൗണിലെ ഈ ട്രാഫിക്കിനകത്തെല്ലാം 2 വീലറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര തിരക്കാണ്. 2 വീലർ ഉപയോഗിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ എൻ്റെ ലോറി ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ച പൂനെയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതെ, പൂനെയിൽ നിന്നുമാണ് നമ്മുടെ ലോറി ജീവിതം തുടങ്ങുന്നത്. ലോറി ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ടേ 1998 മാർച്ചില് കോട്ടയത്ത് നിന്ന് നമ്മുടെ ജയന്തി ജനതയിൽ കയറി. ജയന്തി ജനത എന്ന് പറഞ്ഞ ട്രെയിനാ, അതിൽ കയറി പൂനെയിൽ വന്നിറങ്ങി. തന്നെ ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നു വന്നാ തന്നെ വന്നേ. പിന്നെ പൂനെ കാണുന്നേ കൊച്ചൊക്കെ അത് കഴിഞ്ഞ് ഞാൻ വന്ന് ഇവിടെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇവിടുന്ന് ഈ വണ്ടിയും കൊണ്ട് നാട്ടിലേക്ക് വണ്ടി ഓടാൻ തുടങ്ങിയപ്പം ഫസ്റ്റ് ട്രിപ്പ് വന്ന് തിരിച്ചു പോന്നപ്പം ഫസ്റ്റ് ട്രിപ്പ് അല്ല, അത് കഴിഞ്ഞ് കുറച്ച് ട്രിപ്പ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എൻ്റെ കൂടെ പോരാൻ തുടങ്ങിയത്. ഇതുണ്ടോ LNG വണ്ടിയാണ് അത് കേട്ടോ. LNG ടാങ്ക് ഇരിക്കുന്നുണ്ടോ? LNGയിൽ ഓടുന്നതാണ്. അവിടെ തന്നെ ഇത് കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടല്ലോ. എന്ത് ബൈക്കാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറേ ട്രെയിലറുകൾ കിടപ്പുണ്ട്. നമ്മൾ കർണാടകയിൽ കൂടെ ഒക്കെ വന്നപ്പോഴേ NH66 ഒരു തിരക്കുമില്ല, വണ്ടിയില്ല, ആളുമില്ല, ഒന്നുമില്ല. പക്ഷെ പണ്ടെല്ലാം വണ്ടികളെല്ലാം ഇതിലെ പൂനെ വന്നായിരുന്നു. ബോംബെക്ക് പോകുന്ന വണ്ടികളും വരുന്നേ. ഗുജറാത്തൊക്കെ പോണേലും ഇതിലെ വന്നായിരുന്നു പോകുന്നത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോ ഇപ്പം ഗോവ വഴി നന്നായതുകൊണ്ട് ഗോവ രത്നഗിരി വഴി വന്ന് പനവേലിൽ ഇറങ്ങുന്ന നല്ലത്. വഴി തീർത്ത് ഫ്രീ അല്ല, ഒട്ടും വണ്ടിയില്ല. സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോവാം. ഈ ആ വണ്ടിയുടെ ടയർ പൊട്ടിയല്ലേ? നമ്മുടെ വണ്ടി വരെ ഒന്ന് കുലുങ്ങി. എന്നെ ഇവിടെ വണ്ടി കുലുങ്ങി. ഞാൻ നമ്മുടെ ടയർ പൊട്ടിയെന്ന്. ആ വണ്ടിയുടെ ആ റൈറ്റ് സൈഡിൽ പോകുന്ന വണ്ടിയുടെ ആണെന്ന് തോന്നുന്നു. അതോ ഇതിന്റെ ആണോ? റൈറ്റ് സൈഡിലാണെന്ന് തോന്നുന്നു. ആ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ പോകുന്ന കണ്ടെയ്നറിന്റെയാ. എന്നാ ഞാൻ അവിടുത്തെ ബോംബ് പൊട്ടുന്ന പോലായിരുന്നു. ഒറ്റ പൊട്ടല്ല. ഞാൻ വിചാരിച്ചു ഇത് വണ്ടിയുടെ ടയർ പൊട്ടിയത്. അതിന്റെ ആ ട്രെയിലറിന്റെ ആയിരിക്കാം. അതെ, അതിന്റെ അപ്പുറത്തെ സ്ഥലം അവിടുന്ന് പൊട്ടി പറന്ന്. ഇതുണ്ടോ, ഇതെല്ലാം ഓരോ ഈ റോഡിൽ നിന്ന് വേറെ വഴിയിലേക്ക് പോകുന്ന പാലങ്ങളാ, ഫ്ലൈ ഓവറുകളാ. ഈ റൈറ്റ് സൈഡിലേക്ക് പോയാൽ പൂനെ ടൗണാ. റൈറ്റ് സൈഡ് നമ്മുടെ ഈ ഹൈവേ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന എല്ലാം പൂനെ ടൗണാ. എങ്ങോട്ട് നോക്കിയാലും റോഡുകളാ. അതെ, അതിലേ വരുന്ന കേട്ടോ. എല്ലാ വഴി കൂടെ വണ്ടി വരുന്നുണ്ട് ഇതിലേക്ക്. ലോറിക്കാരല്ല ഈ വല സൈഡിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. ഈ കാറുകാരെല്ലാം ഇടത് സൈഡിൽ കൂടെ കയറി വരുന്നത്. വല സൈഡിൽ മൊത്തം ലോറികളാ. അതുകൊണ്ട് അത് നമുക്ക് ഭയങ്കര പാടാണ്. ഈ ഇടത്തൂടെ കയറി വരുന്ന നമ്മൾ കാണത്തുമില്ല. എത്ര തട്ടുകൾ വണ്ടികൾ തട്ടുന്നതെന്നറിയോ? ഇട സൈഡിൽ കൂടെ അവർ കയറി വരും,
നമ്മൾ ഇത്രയും പൊക്കത്തേക്ക് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുകയില്ല. എന്നിട്ട് നമ്മുടെ ഇടത്ത് സൈഡിൽ ബമ്പറെ വന്ന് പറയും എത്ര പ്രശ്നങ്ങളുണ്ടാകുന്ന എന്നിട്ട് വഴി നേരെ അങ്ങ് കിടക്കുന്നുണ്ടോ, അങ്ങ് വരെ കാണാം. ഇവിടുന്ന് ഓൾഡ് ബോംബെ പൂനെ ഒരു റോഡുണ്ട്, അത് നല്ല അടിപൊളി ഒരു റൂട്ടാണ്. പക്ഷെ ലോറി ഇപ്പം പിടികയില്ല. നല്ല കാണാൻ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. പിന്നെ നമ്മൾ ഇപ്പം മുംബൈ പൂനെ എക്സ്പ്രസ് വേ കയറിയാണ് പോകുന്നത് ബാക്കി വണ്ടികളെല്ലാം. ഇപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് NH-48 അതായത് ഡൽഹി ചെന്നൈ നാഷണൽ ഹൈവേ. പഴയ NH-4 ആയിരുന്നത്, അതായത് മുംബൈ ബാംഗ്ലൂർ. നമ്മൾ ഇതുവരെ പൂനെ ടൗണിന്റെ ഔട്ടറിൽ നിന്ന് മാറിയില്ലേ? പൂനെ ടൗണിന്റെ ഔട്ടറായി ഇതൊക്കെ പറഞ്ഞാൽ. പൂനെ ടൗൺ ആ റൈറ്റ് സൈഡിൽ പുറകിൽ കഴിഞ്ഞു. ഇത് മെട്രോ അല്ലേ? പൂനെയിലും മെട്രോ ഉണ്ട്. പൂനെ മെട്രോ വന്നൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ വന്നില്ല, പണി നടക്കുന്നുള്ളൂ, ഓപ്പൺ ആയിട്ടില്ല. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പൂനെയിൽ മെട്രോ ആയി കഴിഞ്ഞാൽ ചിലപ്പം ഈ ട്രാഫിക് കുറച്ച് കുറയും, ബൈക്കും കാറും ഒക്കെ കുറച്ച് കുറയുമായിരിക്കും. ഇവിടെയൊക്കെ പണ്ട് നാക്ക ഉണ്ടായിരുന്നു, മറ്റേ ഞാൻ പറഞ്ഞില്ലേ എസ്കോട്ട് നാക്ക ഉണ്ടായിരുന്നു, വാക്കട നായി സ്ഥലത്ത്, വാക്കട നാക്ക. അപ്പോൾ ഇങ്ങനെ ഓരോ നാക്കയ്ക്ക് ഓരോ പേരുണ്ട്, ആ സ്ഥലത്തിന്റെ പേര് വെച്ച് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. നല്ല വലിയ മെട്രോ സ്റ്റേഷൻ ആട്ടോ, അതുകൊണ്ടോ മെട്രോ എന്നാണല്ലോ ഇവിടെ വിജയിക്കും. ഈ ജോലിക്ക് പോകാനുള്ളവരും എല്ലാവരുമേ ട്രാഫിക്കും അല്ലേ ഭയങ്കര. അപ്പം മെട്രോ നല്ല എളുപ്പമല്ലേ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്ന എല്ലാം പൂനെ ടൗണിലേക്ക് പോകുന്നതാണ്. ഈ ഫ്ലൈ ഓവറുകൾ കാണുന്നില്ലേ, അതെല്ലാം പൂനെ ടൗണിലേക്ക് പോകുന്ന വഴികളാണ്. മെട്രോ ഇതിലേതേ അങ്ങോട്ട് പോയി. ഇവിടൊക്കെ 1-2 മാസം 2-3 മാസം വണ്ടിയെ വരായിരുന്നു വെച്ച് പിന്നെ വന്ന വഴി പോലും മനസ്സിലാവില്ല പെട്ടെന്ന്. അത്ര മാറ്റമാണ് വരുന്നത്. ഈ മറാത്ത രാജവംശത്തിന്റെ മെയിൻ ഹെഡായിരുന്നു പൂനെ. പണ്ട് കാലം തൊട്ടേ ഇപ്പൊ പൂനെ നല്ല ഫേമസാ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയേ ഫ്ലാറ്റുകൾ എന്തരാന്ന്. ഇവിടെ റോഡിൽ നല്ല പൊടിയുണ്ട്. ഇപ്പൊ മഴ ആയതുകൊണ്ട് പൊടി കുറവല്ല, ഇച്ചിട്ടൊക്കെ പൊടിയുണ്ട് ഇവിടെ. പൂനെ മുംബൈ എക്സ്പ്രസ് വേ ലെഫ്റ്റിലേക്ക് പോകണം, മോളിൽ നിന്ന് നേരെ പോയാൽ മതി അല്ലേ? മീറ്റർ അല്ലേ? ഞാൻ ആദ്യം ഈ ലെഫ്റ്റ് അല്ല, ആ ലെഫ്റ്റ് പോകണ്ട, നേരെ ചെന്നിട്ട് തന്നെ ഇറങ്ങിപ്പോ. അപ്പൊ ഈ നേരെ കിടക്കുന്ന റോഡ് ഓൾഡ് മുംബൈ പൂനെ റോഡാണ്. അപ്പൊ നമുക്ക് എക്സ്പ്രസ് വേ കൂടെ പോകാം. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലേക്ക് കയറാം നമ്മൾ. NH-48 നേരെ പോയി. വെൽക്കം ടു യശ്വന്തറാവ് ചവാൻ എക്സ്പ്രസ് വേ. ഇങ്ങോട്ട് ബൈക്കിനും മറ്റേ കാളവണ്ടിക്കും ഇതിന് ട്രാക്ടറിനൊന്നും എൻട്രി ഇല്ല കേട്ടോ. 94 കിലോമീറ്റർ ആണ് ഈ എക്സ്പ്രസ് വേ. അവിടെ 94 എഴുതിയേക്കുന്നത് കണ്ടോ. ഇനി അങ്ങ് ചെല്ലുന്തോറും ഓരോ കിലോമീറ്റർ കുറഞ്ഞ് ഈ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. 93, 92, 91 അങ്ങനെ. മുംബൈ 131 കിലോമീറ്റർ, പനവേൽ 91, ലോണാവാല 40 കിലോമീറ്റർ. അവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്. മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ എക്സ്പ്രസ് വേ വരുന്നതിന് മുമ്പ് പൂനെ നിന്ന് ബോംബെക്ക് പോകുക, അല്ലെ ബോംബെ നിന്ന് പൂനെ വരെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ആ കാണിച്ച NH-48 പോയെന്ന് പറഞ്ഞില്ലേ, ആ പഴയ ഓൾഡ് മുംബൈ പൂനെ റോഡേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ലോറിയൊക്കെ ചെല്ലണമെങ്കിൽ 8 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂർ അതിന് മുകളിലേക്ക് ഒക്കെ എടുക്കുമായിരുന്നു. ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടായിട്ട്. ആ ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടാളല്ല. കണ്ടാളഘാട്ടില് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. ഓരോ ഇഞ്ചിനെ വണ്ടി ഇറങ്ങത്തുള്ളൂ. ഞാൻ പോയിട്ടുണ്ട് പണ്ട്. അന്നൊക്കെ ഇത്രയും വലിയ വണ്ടികൾ 12 വീലും 14 വീലും 16 വീലും ഒന്നും ഇല്ല, എങ്കിലും 6 വീൽ വണ്ടികളാണ്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ബ്ലോക്കും. അപ്പൊ അത് ഈ എക്സ്പ്രസ് വേ വന്നതിന് ശേഷം അത് ഏതൊക്കെ ആയാലും ആ ബ്ലോക്ക് ഒഴിവായി പെട്ടെന്ന് വരാം. ഈ എക്സ്പ്രസ് വേ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലൂടെയാണ് കടന്നു പോകുന്നത്. പണ്ട് ഇത് പണി നടന്നുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഞാൻ ഈ വഴിക്ക് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ പ്രാവശ്യം. ഇന്ത്യയിലെ ആദ്യത്തെ 6 ലൈൻ എക്സ്പ്രസ് വേ ആണ് ഈ മുംബൈ പൂനെ എക്സ്പ്രസ് വേ. മഹാരാഷ്ട്രയിലെ 2 മെയിൻ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയ മുംബൈനെയും പൂനെനെയും ബന്ധിപ്പിക്കുന്ന ഹൈവേ ആണ് ഇത്, എക്സ്പ്രസ് വേ. 2002 ഈ ഹൈവേ പണി പൂർത്തിയായി ഓപ്പൺ ആയത്. അപ്പൊ അച്ഛ 98 മുതലുണ്ട്. ഈ ഹൈവേ ഒരു മ്യൂസിക്കൽ റോഡും കൂടെ. ഇവിടെ ഇതുപോലെ സ്ട്രിപ്സിൽ നമ്മളിങ്ങനെ ടയർ പോരുമ്പം ഒരു സൗണ്ട് കേൾക്കും, മ്യൂസിക്കൽ മെലഡി പോലെ. ഇങ്ങോട്ട് കയറ്റിവിട്ടേ, അതല്ലേ കൂടെ നോക്കട്ടെ, എന്തോ അതിനൊക്കെ ഒരു സ്പീഡിലെങ്ങാണ്ടൊക്കെ പോണെന്നാ പറയുന്നത്. ടയർ കേടുമ്പോ സൗണ്ട് ഉണ്ട്. ഉണ്ട്. ആ സൗണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആവുന്നില്ല, പക്ഷെ നമുക്ക് വണ്ടിക്കകത്തിരിക്കുമ്പോ നല്ലൊരു ഇങ്ങനെ നല്ലൊരു സൗണ്ട് കേൾക്കാം. മുംബൈ 121, താനെ 120, വാശി 104. വാശി ന്യൂ ബോംബെയാണ്. ഈ കാണുന്നതെല്ലാം പശ്ചിമഘട്ട മലനിരകളാ. ഈ മലകളെല്ലാം തുറന്ന് ഹൈവേ ഉണ്ടാക്കിയേക്കുന്നത്. ടണലുണ്ട്, പാലങ്ങളുണ്ട്, നല്ല ഭംഗി റൂട്ട് കാണാൻ. വലിയ പാലങ്ങളുണ്ട്. മഴക്കാലത്ത് പറഞ്ഞു അടിപൊളിയാണ്, സീനിക്ക. ഇവിടെ ഒരിടത്ത് പോലും ഇത് കട്ട് ചെയ്ത് അങ്ങോട്ട് കയറാനേ പറ്റിയല്ല ഒരിടത്തും. അത് ടോളിന്റെ അവിടെ മാത്രം. നമുക്ക് ഇനിയിപ്പം എന്തെങ്കിലും ദിവസം തിരിച്ചു വരണമെന്ന് വെച്ചോ,
അങ്ങ് ആദ്യത്തെ ടോളിന്റെ അവിടെ ചെന്നിട്ട് മാത്രമേ തിരിക്കാൻ പറ്റുള്ളൂ, അല്ല ഇവിടെ എങ്ങും തിരിയാൻ പറ്റത്തില്ല. കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടകൾ ഇപ്പൊ അത് എക്സ്പ്രസ് തീരുന്ന ഇടയ്ക്ക് ഇപ്പൊ ഉണ്ട്. പണ്ട് ഒരിടത്തും ഇല്ലായിരുന്നു തുടങ്ങിയപ്പം. പിന്നെ ഇപ്പം കൊപ്പോളിയിലുണ്ട്, പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്തുണ്ട്. ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്യാൻ ഇതൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നത്, പണ്ടില്ലായിരുന്നു. ടോൾ ബൂത്തിന്റെ അവിടെ മാത്രമേ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുള്ളായിരുന്നു. പക്ഷെ നമ്മള് വരുമ്പോ ഉണ്ടല്ലോ ഇവിടെ ഒന്നും രാത്രിയിൽ ഇവിടെ ഒരു ടോൾ ബൂത്ത് ആയിരുന്നു, അത് മാറ്റി. അതാ ഇവിടെ ഈ വീതി. ആദ്യത്തെ ടോൾ ബൂത്ത് ഇവിടെ ആയിരുന്നു. വാഷ്റൂം ഉണ്ട്. പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ളത് ഈ ഏരിയ. ഇപ്പൊ നമ്മൾ കടന്നു വന്നില്ലേ ആ ഭാഗത്താ. അവിടെ ഒന്നും വണ്ടി കൊണ്ട് നിർത്തിച്ച് ഇപ്പൊ രാത്രിക്ക് വരികയാണെങ്കിൽ 2 ഡ്രൈവർമാർ, ഒരാൾ ഉറക്കമായിരിക്കും, ഒരാള് നിർത്തിവെച്ച് ഒരു ചായ കുടിക്കാൻ പോലും പോയിട്ടുണ്ടെങ്കിൽ വണ്ടിക്കകത്തുള്ള സാധനം, മൊബൈലും എല്ലാ സാധനവും എല്ലാം പിടിച്ച് മേടിച്ചോണ്ട് പോകും. അതുപോലെ രാത്രിയിൽ കള്ളന്മാരുടെ ശല്യം ഇവിടെ ഒത്തിരി തന്നെ. പണ്ടൊന്നും ഇല്ലായിരുന്നു ഇത്രേ, പക്ഷെ ഇപ്പൊ ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് എക്സ്പ്രസ് വേയിൽ കയറുന്നിടത്ത് ഇറങ്ങുന്നിടത്ത് എല്ലായിടത്തും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. രാത്രി മിക്കവാറും രാത്രി ഓടിക്കുന്നില്ല, ഒരാൾ ഉറക്കോ ഒരാൾ ഡ്രൈവ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്കറിയാം അവിടെ ഒന്ന് കറക്റ്റ് എത്ര പേരുടെ മൊബൈലൊക്കെയാണ് പോകുന്നതെന്ന് അറിയാം. അപ്പൊ അതുപോലെ പിടിച്ചു പറയുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇംപേഷ്യന്റ് ഓൺ റോഡ്, പേഷ്യന്റ് ഇൻ ഹോസ്പിറ്റൽ. റോഡിൽ ക്ഷമയില്ലെങ്കിൽ ആശുപത്രിയിൽ പേഷ്യന്റ് ആയിട്ട് കിടക്കാം. അത് ശരിക്കും ഹിന്ദിയിലും കൂടെ എഴുതി വെക്കണ്ടായിരുന്നു. അതെ, എല്ലാവർക്കും മനസ്സിലായാലും. അതെ. അപ്പൊ ഇത് നമ്മുടെ എക്സ്പ്രസ് വേയിലെ ആദ്യത്തെ ടോൾ ബൂത്ത്. ഇവിടെ നമുക്ക് 1630 രൂപയാണ് ടോൾ. 1630 രൂപ. ട്രെയിലറിന് എത്രയാണെന്നറിയോ? 2100 സംതിങ്. അവിടെ ബോർഡ് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടുള്ള ടോൾ ബൂത്ത് അവിടെ 2 സ്ഥലത്തായിട്ടാണ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ അന്നേരം കൂടുതൽ വണ്ടികൾ ഒരേ സമയത്ത് പാസ്സാവും, പിന്നെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ടോൾ ബൂത്ത് ഉണ്ട് കേട്ടോ, കൊപ്പോളിയിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. അതിന് വേറെ എമൗണ്ട് വരും. 94 കിലോമീറ്ററേ ഉള്ളൂ. ഇത് രാത്രിയില്ല മിക്കവാറും നമ്മൾ ബോംബെക്ക് വരികയാണ് ഈ ഇവിടെ ഒക്കെ വരുന്നത്. അതുകൊണ്ട് ആ ഒരു വണ്ടി ആക്സിഡന്റ് ആയത്, ഏതോ വണ്ടിയുടെ പുറയിലിടിച്ച. ഈ എക്സ്പ്രസ് വേയുടെ നിർമ്മാണം MSRDC ആയിരുന്നു, മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. നിർമ്മിച്ച പൈസയുടെ 100 ഇരട്ടി അല്ല 1000 ഇരട്ടി കിട്ടിക്കാണും ഇപ്പൊ. ഉറപ്പാ. 2002 തുടങ്ങിയല്ലേ, ഇപ്പൊ 10-24 വർഷമായില്ലേ. അത് ആദ്യം തുടങ്ങുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് 12 വീലിനൊക്കെ 800 രൂപ ടോളുള്ളായിരുന്നു മൊത്തം അങ്ങ് വരെ പോയാൽ. ഇപ്പൊ ആ സ്ഥാനത്ത് ഇവിടെ തന്നെ 1600 ആയി. ഇനിയിപ്പോ അടുത്തടുത്ത് എത്രയാണെന്ന് നോക്കണം. എല്ലാം കൂടെ ഒരു എന്നാലും 10-2000 രൂപയ്ക്ക് മുകളിലായി. ഓരോ വർഷം കൂട്ടിക്കൊണ്ടിരിക്കുക, കൂടിക്കൂടി വരിക. ഈ റോഡിലെ 2 പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ലോണാവാലയും കണ്ടാലയും. ഇതിപ്പോ 6 ലൈൻ മാറ്റി 8 ലൈൻ ആയോ? അതെ, ഇവിടെ 2 ലൈൻ കിടപ്പുണ്ട്. പുള്ളിയുടെ കയറി വന്ന് അപ്പൊ കണ്ടോ ഈ ഒരു മല കണ്ടോ? ഈ ഒരു മല തുറന്ന് നമ്മൾ ഈ മലയ്ക്ക് അപ്പുറത്തേക്ക് ടണലിൽ കൂടെ അങ്ങ് ഇറങ്ങും. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞ് വന്നാണ്ടല്ലോ ഇവിടെ എല്ലാം ഈ കാണുന്നതെല്ലാം നല്ല അടിപൊളി പച്ചപ്പായിരിക്കും, പുല്ലായിരിക്കും, നല്ല വേറൊരു ഭംഗിയായിരിക്കും. ഭയങ്കര ഭംഗിയായിരിക്കും. Do not stop in tunnel. ടണലിൽ നിർത്താൻ പറ്റിയാലേ കൈവേലും നിർത്താൻ പറ്റും. ഈ ടണലും നമ്മുടെ ഈ റോഡ് പോലെ തന്നെ 6 ലൈനാ. അങ്ങോട്ട് 3 ലൈൻ, ഇങ്ങോട്ട് 3 ലൈൻ. കാംഷെഡ് ബോഗാദ, കാംഷെഡ് ടണൽ, കാംഷെഡ് 2 അപ്പുറം ഒരു ടണലൂടെ ഉണ്ട്. 1999 1999 പണിത ടണലായത്. എന്താ എന്നാ പെട്ടെന്ന് മലയുടെ ഇപ്പുറം എത്തി. ഇത് ചെറിയ ടണലാ, വേറെ വലിയ ടണലുകളൊക്കെ മുന്നോട്ടുണ്ട്. ഒരു ടണൽ കഴിഞ്ഞ് ഇങ്ങോട്ട് 1/2 കിലോമീറ്റർ വന്നേ ഉള്ളൂ, അടുത്ത ടണലാ. നമ്മളെ ബോംബെ പോയി ലോഡൊക്കെ കയറിയിട്ട് വരികയാണെങ്കിലേ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കണ്ടാളെ ഘാട്ടെല്ലാം കയറി വന്ന് ഇവിടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് സ്ലോപ്പ് ഇറക്കമല്ലേ, ഇവിടെ ഒക്കെ വരുമ്പോൾ നല്ലൊരു സമാധാനമാണ്. ചിലപ്പം വെളുക്കാറാവും, 2 മണി 3 മണിയൊക്കെ ആവും സാധാരണ വരുന്ന ടൈമില്. ഈ ടണലും 1999 കൺസ്ട്രക്ഷൻ. ഇതെല്ലാം ഒരേ സമയത്ത് പണി തന്നെ. പണി തീർന്ന 2002 ഇത് വലിയൊരു ടണലാ, 1 കിലോമീറ്റർ അടുത്തുണ്ട്. ദൂരം അവിടെ നോക്കിയാൽ കണ്ടാന് അവിടെ കാണാമായിരുന്നു, എഴുതിയിട്ടുണ്ടാവും. ആ 2 ടണലിൽ നമ്മൾ ചെറിയ കയറ്റമല്ലായിരുന്നു, ഇവിടുന്ന് കണ്ടോ പിന്നെ ഇറക്കോ. കാറിനൊക്കെ 100 കിലോമീറ്റർ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്, ട്രക്കിന് 80. കീപ് ലെഫ്റ്റ് ഫോർ ഫുഡ് മാളും പെട്രോൾ പമ്പും. 1 കിലോമീറ്റർ പെട്രോൾ പമ്പ് ഒക്കെ ഉണ്ടോ? നമുക്ക് വേണേൽ അവിടെ നിന്ന് കയറി കുറച്ച് ഡീസലൊക്കെ അടിച്ചോണ്ട് പോവാം. ഇതിലെ ലെഫ്റ്റിലേക്ക് കയറിക്കോ. അതിനല്ലേ ഇപ്പൊ എല്ലാം കഴിക്കണ്ടേ? കഴിക്കണം. സമയം 2-3 മണിയായി. വണ്ടിയുടെ വയറും നമ്മുടെ വയറും നിറച്ചിട്ട് പോവാം. അതെ, ഇത് തുടക്കത്തിൽ നിന്ന് ഇവിടെ ഒന്നും ഇങ്ങനെ കടകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഈ പമ്പൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ അതിന് ശേഷം ഉണ്ടായത് ഇതൊക്കെ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വേറെ കുക്ക് ചെയ്തൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇന്നലത്തെ കഞ്ഞി ഇരിപ്പുണ്ട്, പിന്നെ മീൻ വറുത്ത ഇരിപ്പുണ്ട്, കുറച്ച് തൈര് ഇരിപ്പുണ്ട്. അതൊക്കെ എമ്പടി മതി. അത് മതി.
തൈര് ഉണ്ടോ? തൈരുണ്ട്. ഇന്നലെ 2 കവർ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മതി. തൈരിന് നല്ല പുളിയുണ്ട്, പുളി. കഞ്ഞിക്കും ചെറിയ പുളി കാണും. ആ, നമുക്ക് ഇഷ്ടമായി ചെറിയ പുളിയും. പഴങ്കഞ്ഞിക്ക് ആ ഒരു ചെറിയ പുളിപ്പാണ്, അപ്പോഴേ ടേസ്റ്റ് ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഇച്ചിരി മുളകൊക്കെ കൂടി ഇട്ടിരുന്നാൽ നല്ലതായിരുന്നു. ഇന്നേ വൈകുന്നേരം തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നേ. മിണ്ടാണ്ടിരിക്കാം. എന്നോട് ചോദിച്ചു എന്നാന്നറിയോ? അല്ല, എന്നാ കാര്യം അറിയാം, ഇവിടുന്ന് ഇപ്പം ഇനിയിപ്പോൾ നമ്മളൊരു എനിക്കൊന്നൊരു 10-30-40 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്രസ് വേയിൽ നിന്ന് ഇറങ്ങും. ഇറങ്ങിയിട്ട് പോകുന്ന വഴിയിൽ നിന്ന് ഞാൻ എല്ലായിടത്തും വണ്ടി നിർത്താനുള്ള സൗകര്യങ്ങളൊന്നും കാണുകയില്ല, നല്ല കടകളൊന്നും കാണുകയില്ല. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഓർഡർ ഇറക്കേണ്ട സ്ഥലത്ത് ചെല്ലുന്നത്. അവിടെ ഇപ്പോൾ അധികം കടയൊന്നും അടുത്ത് കാണുകയില്ല. ഞാനിവിടെ ടയർ കുത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ട്, ടയറല്ല കല്ല് കുത്തി കളഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ട് അപ്പുറത്തെ വണ്ടിയുടെ ഡ്രൈവർ വന്നായിരുന്നു. അപ്പോൾ പ്രായമുള്ള ആളാണ്. അപ്പോൾ പുള്ളി എന്നോട് കണ്ട് ചോദിച്ചു, പുള്ളി ഞാൻ ഫോൺ ചെയ്തിരുന്നുണ്ടോ ആ വണ്ടിയുടെ ആളാ? എന്നോടും വന്ന് ചോദിച്ചു. അതല്ലേ? അത് തന്നെ. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ വണ്ടിയൊക്കെ ഓടിക്കുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വണ്ടിയൊക്കെ ഓടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയൊക്കെ ഓടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രാത്രി ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ബായി ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, 2 പെൺപിള്ളേരാ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാ അതെന്ത് ചെയ്യാനാ, ദൈവം തരണ്ടേ, അതൊക്കെ ഒരു ഇതാന്ന്. എന്താ ദൈവം തരണ്ടേ, ഒരു അനുഗ്രഹമാണ്. ഞാൻ എന്തിനാ ആങ്കൊച്ചെന്ന് ചോദിക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇന്ത്യയിലില്ല ഞാൻ ചോദിച്ചേനെ. പൊന്നിനെ വിളിക്കട്ടായിരുന്നു. അപ്പം ഞാൻ ഫോൺ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ എന്നോട് വന്ന് സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു പിള്ളേർ കറങ്ങാൻ വന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കറങ്ങാനൊന്നുമല്ല, ഒരു വണ്ടി ഓടിക്കുന്നതാന്ന് പറഞ്ഞു. അപ്പം ഏതാ ബെടയാണോ ചോട്ടയാണോ ഓടിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബെടാന്ന് പറഞ്ഞു. പക്ഷേ ബെടാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊന്നുവാണെന്നേ ഓർക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേന്ന് സംസാരിച്ചു. അപ്പോഴേ പോയേക്കാം, കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ കുറച്ച് പോയി നിൽക്കാം. ആ എടുത്തോ. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ഡീസലും കൂടെ അടിച്ചുകൊണ്ട് വേണം പോകാൻ. ഇവിടെ ഫുട്മാളും എല്ലാം ഉണ്ട്, കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു പമ്പും ലോറി പാർക്ക് ചെയ്യാൻ പിന്നെ ഇപ്പോൾ അവിടെ കുറേ സ്ഥലങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമില്ല, വണ്ടിയും പാർക്ക് ചെയ്യാം. താക്കോൽ നല്ലപോലെ താത്തിട്ടേ തിരിക്കാവുള്ളൂ. ഇതല്ലേ താക്കോൽ? അത് തന്നെ എടുത്തോട്ടെ, ഇടത്തേക്ക് തിരിച്ചിട്ട് നീ അത് പിടിച്ചോ. ആ ബലം വരുന്നുണ്ടെങ്കിൽ ഞാൻ കറക്കിക്കോ. ഇല്ല ആയിട്ടില്ല. ബലം പിടിച്ചാൽ മതി, ഇടത്തേക്ക് തിരിച്ചാൽ മതി അടപ്പ്. തിരിയട്ടെ. അത് തന്നെ, അത്രേ ഉള്ളൂ. അപ്പോൾ പഠിച്ചു. എത്ര ലിറ്ററാന്ന് പറ? 100 ലിറ്റർ പറഞ്ഞല്ലോ. 100 ലിറ്റർ. 0 ആണോന്ന് നോക്കിയോ. ഇവിടെ 98 രൂപ 56 പൈസ. 98-56 അല്ലേ? ഇപ്പോൾ ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ കണ്ടാളെ ഇറങ്ങി ബോംബെയിലേക്ക് പോയേക്കാം. അതാ റെയിൽവേ ലൈൻ അതാ. അപ്പോൾ അതിലെ നമ്മൾ വീണ്ടും വന്നത് എക്സ്പ്രസ് വേയിലേക്ക് കയറുക. ഞങ്ങൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. എന്നാ മേടിച്ചേ? ഞങ്ങള് ഒരു മിഠായി, 2 മിഠായി, ഒരു ജ്യൂസും മേടിച്ചു. 2 മിഠായി മേടിച്ചോളൂ. ഞാൻ എന്നെ മിഠായി കഴിക്കല്ലേ? അച്ഛൻ മിഠായി ഒന്നും കഴിക്കില്ലല്ലോ. അതെ, ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആളാണല്ലോ. ചോക്ലേറ്റ് കഴിക്കല്ലേ? കഴിക്കും. ഞങ്ങള് പ്രോട്ടീൻ ബാർ പോലെ തന്നെ. ലോണാവാല 13 കിലോമീറ്റർ ഉള്ളൂ. മുംബൈ 108. നോ എൻട്രി ഓൺ കണക്റ്റിംഗ് ലിങ്ക്, ഇൻഫ്ലേമബിൾ ലിക്വിഡ്, ഗ്യാസ് ടാങ്കർ, മൾട്ടി ആക്സിൽ ട്രക്ക്, ട്രെയിലർ. നമുക്കൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. LMV-യും പാസഞ്ചർ വെഹിക്കിളും ഒക്കെ ഉള്ളൂ. കണക്റ്റിംഗ് ലിങ്ക് അല്ലെങ്കിൽ മിസ്സിംഗ് ലിങ്ക്, അത് പുതിയ റോഡ് ഓപ്പൺ ആയതാ ഇവിടുന്ന് കൊപ്പോളിയിൽ നിന്ന് ഉസ്കാവിലേക്ക്. അത് നമ്മൾ ഇപ്പൊ ഇറങ്ങി പോകുമ്പോ കാണാം നമുക്ക് സൈഡിൽ കൂടെ. അത് ഇപ്പം ഇതുവഴി പോകുമ്പോ ഗാർഡ് സെഷൻ ഒക്കെ ഇല്ലേ, അത് 10-30 മിനിറ്റ് എങ്ങാണ്ട് കുറവുണ്ട് പോകുമ്പോ, പെട്ടെന്ന് ചെല്ലുന്നു. അതിലെ ലൈറ്റ് വെഹിക്കിൾ മാത്രമേ ഉള്ളൂ അല്ലേ? വലിയ വണ്ടികളൊന്നും ഇല്ല. അത് ഭയങ്കര മോശമായി പോയി. നമുക്ക് പോകാൻ പറ്റുമായിരുന്നു, നമ്മൾ വണ്ടിയും കൊണ്ട് പോയായിരുന്നു. നല്ലതായിരുന്നു. അപ്പൊ അവിടുന്ന് അതിനെന്നറിയോ, ഈ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം ഈ കണ്ടാലൊക്കെ ഈ രാത്രി സമയങ്ങളിലും വണ്ടി തിരക്കുള്ളതും ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ഈ ഹൈവേയിലും, എക്സ്പ്രസ് വേ ഉണ്ടാക്കിയിട്ടും. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പണിതേക്കുന്ന ഒരു റോഡാണ് അത്, മിസ്സിംഗ് ലിങ്ക്. ചെറിയ വണ്ടികളില്ലാതെ പോകും. കണക്റ്റിംഗ് ലിങ്ക്, മിസ്സിംഗ് ലിങ്ക് എന്ന പ്രൊജക്ടിന്റെ പേരായിരുന്നു. ഓ അത് ശരി. കണക്റ്റിംഗ് ലിങ്ക് എന്ന പിന്നെ ചീഫ് മിനിസ്റ്റർ പേര്. അതിലെ ബസ് പോകാൻ തോന്നുന്നു അല്ലേ? ബസ്സിന് പോവാം, ബസ്സും കാറും ചെറിയ വണ്ടികളെല്ലാം പോവാം. പിന്നെ വാൻ പോകും, പാസഞ്ചർ വെഹിക്കിളൊക്കെ പോകും. പാസഞ്ചർ വെഹിക്കിൾ ഈ 4 വീലുള്ള ചെറിയ പിക്കപ്പ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള വണ്ടികളെല്ലാം പോകും. പിന്നെ ആ വണ്ടികളെല്ലാം അതിലേ പോകുമ്പോൾ പിന്നെ ഈ വഴിയിലെ തിരക്ക് കുറയും. അതുകൊണ്ട് പിന്നെ ലോറിക്കാർക്ക് സുഖമായിട്ട് പോവാം. ഒരു കണക്കിന് നല്ലതാ. ഇതുകൊണ്ടോ അവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങി പോകണം നമ്മള്.
വയ ഓൾഡ് എക്സ്പ്രസ് വേ ലോണാവാല മുംബൈ നേരെ പോകുന്ന കണക്റ്റിലിംഗിലേക്ക്. ഓ നേരെ കണക്റ്റിലിംഗിലേക്ക് പോകും. അപ്പം അതാ ഇവിടുന്ന് ലെഫ്റ്റ് ഇതിലേ തിരിഞ്ഞു പോകണം. ബോർഡ് കറക്റ്റിന് വെച്ചിട്ടുണ്ട്. ബോർഡ് ഇല്ലെങ്കിൽ വണ്ടിക്കാരെല്ലാം അതിലേ പോകും. എക്സ്പ്രസ് വേ നേരെ പോയി. നമ്മൾ ഈ വഴി പഴയ വഴി അത് കണക്റ്റിംഗ് മിസ്സിംഗ് ലിങ്ക്. മിസ്സിംഗ് ലിങ്ക് എന്നാ അവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ശരിക്കും പഴയ എക്സ്പ്രസ് വേ ആണ് ഈ റൈറ്റിൽ കൂടെ ഇപ്പൊ പോകുന്നത്. മിസ്സിംഗ് ലിങ്ക് ആക്കിയത് അവിടെ ഈ ടണൽ പിന്നെ പണിതായി. ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ പണിതായത്. പണ്ട് ഈ ടണലില്ലായിരുന്നു. ഓടിക്കേണ്ടത് എന്നോടാണോ ചോദിക്കുന്നത്? ഓടിക്കണമെങ്കിൽ ഓടിക്കണം. എന്നാൽ പിന്നെ അവിടുന്ന് വരായിരുന്നല്ലോ. പിന്നെ ഞാനോർത്ത് രാവിലെ പിന്നെ എടുത്തല്ലേന്ന് ഓർത്താ ഞാൻ ഓടിക്കാന്ന് പറഞ്ഞത്. അല്ല കുറച്ചുകൂടെ ഉണ്ട്. എത്ര ലൈനാണെന്ന് കണ്ടോ അത്? ലോണാവാല ഖണ്ടാല എക്സിറ്റാ. അത് ലോണാവാലക്ക് ഇറങ്ങണേലുള്ള വഴിയാ. നമുക്ക് ഇറങ്ങണ്ടല്ലോ, നമ്മൾ നേരെ പോകല്ലേ. ലോണാവാല ഇറങ്ങുന്നില്ലോ. ലോണാവാല ഇറങ്ങുന്നില്ല. ലോണാവാല അല്ലേ കണ്ടാളാന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടാളയും അത് ടൗൺ അങ്ങോട്ടാ. ടൗൺ അല്ല, വലിയ ടൗൺ ഒന്നും അല്ല, ചെറിയ. അപ്പം അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയാണത്. ഞാൻ എന്നാ കുറച്ച് ഓടിക്കാന്ന് കൊണ്ട് കയറിയിരുന്ന നേരം കണ്ടാള ഘാട്ട് ഇറക്കണം. കണ്ടാള ഇറങ്ങി കഴിയുമ്പം തരുന്നതായിരിക്കും, ഞാൻ ഓടിക്കുന്നതായിരിക്കും. ഫുൾ ടൈം ഓടിച്ചോ? അങ്ങോട്ട് ചെല്ലുമ്പോ ഞാൻ തരാം. ബോംബെയിലോട്ട് ഭീവണ്ടി സൈഡിലേക്ക് വേണ്ട തിരക്കല്ലേ ഓടിച്ചു. മിസ്സിംഗ് ലിങ്ക് പോകുന്നതേ കുറച്ച് ദൂരം ഉള്ളു. എക്സ്പ്രസ് വേയുടെ ആ സ്ഥലത്തൂടെ ടണൽ ഉണ്ടാക്കിയേക്കുന്നത്. നവി മുംബൈ എയർപോർട്ട്. ഇതാ ലോണാവാലയ്ക്കും കണ്ടാലൊക്കെ ഇറങ്ങണ ഇതിലെ ലെഫ്റ്റ് ഇറങ്ങി പോകണം നമുക്ക്. അല്ല നമുക്കല്ല, ലോണാവാലയ്ക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ നേരെ മുംബൈ നേരെ പോകണം. ഈ ലോണാവാല ടൗണിന്റെ മുകളിൽ കൂടെയാ ഈ ഫ്ലൈ ഓവർ പോകുന്നത്. ഇന്നാൾ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലേ. അയ്യോ, ഈ ഇവിടെ നിന്ന് ഇറങ്ങിയ വഴി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്തേരെ വഴി പോയെന്ന് അന്നിരുന്ന് ആലോചിച്ചായിരുന്നു. ഇത് ഈ താഴെ കാണുന്ന ഓൾഡ് മുംബൈ പൂനെ റോഡാ. ആ താഴെ കാണുന്നത് ഇതെല്ലാം ലോണാവാലയാണ്. ലോണാവാല മഴക്കാലത്ത് വന്നാൽ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. മൊത്തം വെള്ളച്ചാട്ടങ്ങളും പുൽമേടുകളും മൊത്തം. തണുപ്പും നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടാവും ഇവിടെ. എപ്പം വരുമ്പോഴും കോടമഞ്ഞായിരിക്കും മിക്കവാറും. ആ സൈഡിൽ ഒരു ഡാമുണ്ട്. അവിടെ വെള്ളം കെട്ടി കിടക്കുന്നതാണ്. അവിടെ വെള്ളമുണ്ട്. അത് റെയിൽവേ ലൈനും അതിലെയാ പോകുന്നത്. ആ സൈഡിൽ കൂടെ അതുണ്ടോ? അത് നല്ല രസമല്ലേ? പാലമൊക്കെ ഉണ്ടോ? ഇപ്പൊ ഇവിടെ പക്ഷെ എമർജൻസി വെഹിക്കിൾസിന് മാത്രമേ ഉള്ളൂ. ഗാർഡ് സ്റ്റാർട്ട്സ് 3 കിലോമീറ്റർ ഹെഡ് റെഡ്യൂസ് സ്പീഡ്. 40 കിലോമീറ്റർ സ്പീഡിലേക്ക് കുറയ്ക്കാൻ ലോറി. നമുക്ക് 80 ആയിരുന്നു ഇവിടെ. കാറൊക്കെ 60 പോവാം. ചുരം ഇറങ്ങുമ്പം ആ സ്പീഡിലൊന്നും ഒരിടത്തും പോകത്തില്ല കേട്ടോ. പോവാം, വലിയ വീതി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കാറിനൊക്കെ നമ്മൾ അതിലും പതുക്കെ പോകണം. ഇവിടെ അതുപോലെ ലോറി പാർക്ക് ചെയ്യാൻ കുറെ സ്ഥലമുണ്ട്. ഇന്നാളെ ഞങ്ങൾ ഇവിടെ വെച്ചാ കുക്ക് ചെയ്ത് എവിടെ പോയിച്ച് വന്നപ്പോ ആയിരുന്നു ഓർക്കുന്നില്ല. രാത്രി വന്നിട്ട് അത് ബ്രോ ട്രിപ്പിലായിരിക്കും നിങ്ങൾ. ശരിയാ, ഞാൻ ഡാഷും കൂടെ ആയിരുന്നു. ഗാഡ് സ്റ്റാർട്ട് 1 കിലോമീറ്റർ. പാട്ട് കേട്ട് പോവാം. പാട്ട് കേട്ട് പോവാ അല്ലേ? കണ്ടോ സൗണ്ട് ഉണ്ട്, നല്ല മൂളലുണ്ട്. ഇറക്കം ഇറങ്ങുമ്പോഴേ അത് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ തൊട്ട് ഗാട്ട് സ്റ്റാർട്ടായി. നമ്മുടെ സ്പീഡൊക്കെ അറിയാം. നമ്മൾ 35 പോകുന്നത്. 35 കിലോമീറ്റർ സ്പീഡിൽ. അങ്ങ് അതിലേ നോക്കിയാ കാണാം. കണ്ടോ അങ്ങ് വണ്ടി കയറി അത് വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെ. ഈ പോകുന്ന പഴയ NH4, അതായത് പഴയ മുംബൈ പൂനെ റോഡാ. ചെറുതായിരുന്നല്ലേ? ഇത്രേ ഉള്ളായിരുന്നു മൊത്തം. അത്രയും പോലും ഇല്ല ചിലയിടത്ത്. ഇതിപ്പം ഇവിടെ ഡബിൾ ലൈൻ അല്ലേ? 4 ലൈൻ അല്ലേ? 4 ലൈൻ എന്ന് പറഞ്ഞാൽ 2 വണ്ടി പോകല്ലോ കേട്ടോ. ഒറ്റ വണ്ടിയേ പോകത്തുള്ളൂ. 4 വണ്ടി പോകല്ലോ. 2 വണ്ടി പോകാനല്ലേ ഉള്ളൂ. ഇതേപോലെ തന്നെ നടുക്ക് ഡിവൈഡർ ഒന്നുമില്ല, ഒറ്റ റോഡായിരുന്നു. താഴെ പുല്ലിന്റെ കളറുണ്ടോ? ഇതൊന്നും അല്ല, നല്ലപോലെ കിളുത്ത് ഈ മഴ പെയ്തങ്ങ് പച്ചപ്പുല്ല് വരുമ്പോഴേ നേരെ കിളുത്ത് വരുന്ന പുല്ലിന് ഭയങ്കര കളറാ. ഇതിനടിയിൽ കൂടെയും പഴയ റോഡാ. അതുണ്ടോ? അടിയിൽ കൂടെ വണ്ടി പോകുന്നുണ്ടോ? ഇവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ലോണാവാല. ഇതുണ്ട്, ഇറങ്ങിപ്പോകുന്ന വഴിയുണ്ടോ? അത് ലോണാവാലയ്ക്ക് ഇറങ്ങിപ്പോകുന്ന പഴയ വഴിയിലേക്ക് പോകുന്ന. എന്നാ രസം നോക്കി. ആ മലയെല്ലാം ഉണ്ടല്ലോ, മഴക്കാലത്ത് നല്ല പച്ചപ്പും വെള്ളച്ചാട്ടങ്ങളും ആയിരിക്കും ആ കാണുന്ന മലകളെല്ലാം. അയ്യോ, ഒരു മഴയും കൂടെ കഴിഞ്ഞു വന്നാൽ മതിയായിരുന്നു. ഒരു മഴ കഴിഞ്ഞല്ല, ഒരു മഴ തുടങ്ങി 1 മാസം കഴിയുമ്പോൾ വന്നാൽ മതിയായിരുന്നു. ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ. ബോംബെന്ന് ഒരു 80 കിലോമീറ്റർ ലോണാവാലയ്ക്ക്, പൂനെന്ന് ഒരു 60 കിലോമീറ്റർ. സമുദ്രനിരപ്പിൽ നിന്ന് 2047 അടി ഹൈറ്റിലാണ് ലോണാവാല. അപ്പോൾ നമ്മൾ കണ്ടാള ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ ആദ്യത്തെ ഒരു ടണലായിരുന്നു. ഇവിടുന്ന് ഇറങ്ങുമ്പം എൻജിൻ ബ്രേക്കൊക്കെ ഇട്ട് ഇറങ്ങിപ്പോവുക. ആ മോളിൽ കൂടെ കണ്ടോ ഒരു വഴി? അത് പഴയ വഴിക്ക് വരുന്നതെന്ന് തോന്നുന്നു. അതെ,
മിസ്സിലിംഗോ അല്ല അതുവഴിയാണോ? അല്ല മിസ്സിലിംഗ് ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഈ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാം. ആ താഴോട്ട് ഇറങ്ങുമ്പോൾ കാണാം. തേർഡ് ഗിയർ കൊടുത്തോ? തേർഡ് ഗിയർ ഒക്കെ ഇട്ട് എഞ്ചിൻ ബ്രേക്ക് ഇട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ആ നീ പതുക്കെ ഇങ്ങനെ ഇരുന്നാ മതി. അതൊക്കെ ഇങ്ങനെ ഇരുന്ന് പോവാ ഇനി. ഇവിടെ ഇപ്പോഴേ ഇത് രാത്രിയൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് കയറി വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ നല്ല തിരക്കാണ്. ഇപ്പൊ ആ വണ്ടികളെല്ലാം അവിടെ നിർത്തിയിട്ടേക്കല്ലേ, ഇവരെല്ലാം രാത്രി ആകുമ്പോൾ അടുത്തേക്ക് പോരും. ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. പക്ഷെ നമ്മള് മാത്രം ഭയങ്കര പതുക്കെ. നമ്മള് പതുക്കെ ആ വണ്ടിയെല്ലാം കാലി വണ്ടിയാ പോയതൊക്കെ, അതിൽ ചെറിയ വണ്ടികളും. മുംബൈ പൂനെ എക്സ്പ്രസ് വേയുടെ ഏറ്റവും പാളിച്ച പറ്റിയ സ്ഥലമാണ് ഈ കാണുന്നത്. എന്നാ വെച്ചാൽ ഇവിടെ വരുമ്പോഴാണ്, ഇവിടാണ് ഈ ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലം. ഇതുണ്ട്, ഇവിടെ 3 ലൈൻ നല്ലപോലെ ഇല്ല. ഈ ഒരു തിരിവ് ഇത് ഇവിടെ വരുമ്പം 3 ലൈൻ ഇവിടെ പോകത്തില്ല. അവിടുന്ന് കയറി വരുന്നതും അങ്ങനെ തന്നെ ഇടുങ്ങിയതാ. അതുകൊണ്ട് എന്നാ പറ്റുമെന്ന് ചോദിച്ചാൽ ഇവിടെ ബ്ലോക്ക് ആകും വണ്ടികൾ കൂടുതൽ വരുമ്പം. അതുണ്ട്, വണ്ടി കയറി വരുന്നുണ്ട് 3 ലൈൻ അവിടുന്ന് വരും, ഇവിടെ വരുമ്പോൾ ഇല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു കുത്ത് കയറ്റമായിപ്പോയി ഇവിടെ. ആ അത്ര ഇടയില്ലേ, ഭയങ്കര കുത്ത് കയറ്റമാണ്. അപ്പൊ ഈ ലോഡും വണ്ടികൾ ഇങ്ങനെ പതുക്കെ കയറി വരുള്ളൂ. അപ്പൊ ഇവിടെ കയറി വരുമ്പോഴായിരിക്കും അവിടെ സ്ഥലം ഇല്ലാതെ. ആ അതെ. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് അവിടെ നിന്ന് പോയിട്ട് വണ്ടി വലിക്കാതൊക്കെ വരും. എന്നിട്ട് പോലീസിനെ വണ്ടി വന്ന് വലിച്ചിടും, വലിച്ച് കയറ്റിക്കൊണ്ടിടും. ഒരു വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മേടിക്കുന്ന പൈസ ഉണ്ടല്ലോ പോലീസുകാര്, അത് അങ്ങനെ മേടിക്കാൻ പാടില്ലാത്തതാ. ഭയങ്കര പൈസയാണ് മേടിക്കുന്നത്. 10,000, 15,000, 20,000 ഒക്കെ മേടിക്കും വണ്ടിക്കാരറിയുന്നത്. അങ്ങനെയൊക്കെയാ ഇവിടുത്തെ കളികൾ. ഞാൻ ചോദിക്കട്ടെ, പോലീസുകാർ വിളിച്ച് വലിച്ചേരണമെന്നുണ്ടോ? ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ തന്നെ എടുത്തോണ്ട് പോയാൽ പോരെ? അല്ല, അന്നേരം അവർ സമ്മതിക്കല. വാരിക്ക് നിൽക്കുന്നതിന് മുമ്പ് കൊണ്ട് ക്രെയിൻ കൊണ്ട് കൊളുത്തും. അതൊക്കെ ഇവിടുത്തെ ഈ പ്രൈവറ്റ് വ്യക്തികളുടെ ഒക്കെ ക്രെയിൻ ഉണ്ട്. ഇത് പോലീസുകാരോട് കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മള് വിചാരിക്കും സഹായിക്കാൻ. ഇതുണ്ടോ ഇവിടെ അത് ഒരു പിള്ളറും കിടപ്പുണ്ട്. ഇവിടെ ക്രെയിൻ ഇതും അല്ലാത്ത ഉള്ള ക്രെയിനുകളൊക്കെ ഉണ്ട്. ഇതുണ്ട്, ആ കിടക്കുന്നതൊക്കെ ഉണ്ടോ, അത് പോലീസിന്റെ റിക്കവറി വാൻ കണ്ടോ? ആ ഇതുകൊണ്ടങ്ങ് കൊളുത്തും. എന്റെ പൈസ കൊടുത്താലേ പിന്നെ നടക്കുള്ളൂ. ഇതുണ്ട്, ആ വഴി പഴയ റോഡാ. പഴയ റോഡ് വന്ന് കുറച്ച് ദൂരെ ഇതിലെ തന്നെയാണ് ഓടുന്നത്. എന്നിട്ട് വീണ്ടും താഴേന്ന് തിരിഞ്ഞിറങ്ങിപ്പോവും. നമ്മൾ ആ വഴിക്ക് ഇറങ്ങിപ്പോകണ്ടേ, താഴേന്ന് വണ്ടി കയറി വരുന്നുണ്ട്. ആ വഴിയൊക്കെ നമ്മൾ ഇറങ്ങി പോകേണ്ട വഴിയാ. ഒരു പ്രദേശം മൊത്തം കാണാം. ആ അത് കൊപ്പോളിയാ കാണുന്ന മൊത്തം കൊപ്പോളിയാ സ്ഥലം. കണ്ടോ ഈ വണ്ടിക്കാരൻ പതുക്കെ പോകുന്നത്. ആ അതൊരു 10-30 ടൺ ലോഡ് കാണും. അതല്ലേ അവിടെ എല്ലാം വണ്ടി ഉണ്ടല്ലോ. ആ അതെ, അതിപ്പോ ആ വഴി നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയാ. മറ്റേ റോഡ് അതിലെല്ലാം റോഡ് വന്ന് ചേരുന്നുണ്ട് ഇതിലേക്ക്. ഇത് പഴയ വഴിയാ, ആ വഴി പഴയതാ. ആദ്യത്തെ വഴി മുംബൈ പൂനെ റോഡ്. കീപ് റൈറ്റ് ഫോർ കൊപ്പോളി എക്സിറ്റ്. കൊപ്പോളി ഇറങ്ങണമെങ്കിൽ നമുക്ക് വല സൈഡിലോട്ട് ഇറങ്ങിപ്പോണം ഈ ഹൈവേന്ന്. അതെ, മുകളിൽ കൂടെ ഒരു വഴി പോകുന്നുണ്ട്. അത് അതാ പരിപാടി കണ്ടോ, ആ മലയ്ക്ക് അടിയിൽ കൂടെ ഉള്ളത് ഒരു ടണലായത്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പം ടണലില്ല ഇവിടെ. അതെ, ഇലക്ട്രിക് വണ്ടിയാ പോകുന്നത് കേട്ടോ, ഇലക്ട്രിക് ട്രക്കാ. സാനിയുടെ ലോണാവാലെന്ന് കൊപ്പോളി വരെ ഈ ചുരം ഉള്ളത് 8 കിലോമീറ്റർ മൊത്തം. ഇവിടെ എല്ലാം സ്ഥിരം വന്നുകൊണ്ടിരുന്ന വഴിയായോണ്ടേ എല്ലാം കാണാതെ പഠിച്ചു വെച്ചേക്ക. 8 കിലോമീറ്റർ ഇറങ്ങാൻ എളുപ്പമുണ്ട്, 8 കിലോമീറ്റർ കയറിപ്പോവാനും സമയമുണ്ട്. ചില സമയം ഇറങ്ങി വരാം. ഇപ്പം ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരാം, അല്ലെ ഇറങ്ങി വരാനും ചിലപ്പോൾ സമയം എടുക്കും. ഉണ്ട്, താഴേന്ന് വണ്ടി കയറി വരുന്നുണ്ടോ, ലോറി മാത്രമാണ് ഒരു കണക്കിന്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു തിരക്ക് കാരണമാണ് മിസ്സിംഗ് ലിങ്ക് ഉണ്ടാക്കിയത്. അപ്പൊ കാറുകാർക്കൊക്കെ നേരെ പോവാലോ, ഇറങ്ങി പോവാനേ. സമയം ഇപ്പൊ തിരക്ക് കൂടുന്ന വൈകുന്നേരം, കയറി വരാൻ ഈ സമയത്ത് ഇതുപോലെ തിരക്ക്. അല്ല, തിരക്കുന്നത് വലിയ തിരക്കല്ല, അത് വണ്ടികൾ പതുക്കെ കയറി പോകുന്നതുകൊണ്ടാണ്. നമ്മൾ ലെഫ്റ്റ് കൊപ്പോളിക്ക് ഇറങ്ങേണ്ട വണ്ടികൾ ഈ കൊപ്പോളി നടുക്കൂടെ പോകണം. ഇതാണ് പുതിയ മിസ്സിംഗ് ലിങ്ക്. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് വേണ്ട ഒരു ഹൈവേ ആണ് മിസ്സിംഗ് ലിങ്ക് അല്ലെങ്കിൽ കണക്റ്റിംഗ് ലിങ്ക്. അത് ഈ കൊപ്പോളിയിൽ നിന്ന് കയറിയിട്ട് 8 ലൈൻ ഹൈവേ ആണത്. അത് കാറുകൾക്കും ചെറുവണ്ടികൾക്കും മാത്രമേ അതിൽ പോകാൻ പറ്റുള്ളൂ, ലൈറ്റ് വെഹിക്കിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എക്സ്പ്രസ് വേയിലെ തിരക്കും ട്രാഫിക് ബ്ലോക്കുകളും ഇല്ലാതെ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന ഒരു ഹൈവേ ആണ് ഈ മിസ്സിംഗ് ലിങ്ക്. ഇതുവരെ തീർന്നില്ലല്ലോ ഇറക്കം. തീർന്നില്ല, കുറച്ചുകൂടെ ഉള്ളൂ. ഞാൻ ഓരോ അളവും കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ തീരുന്നോണ്ടിരിക്കുക അല്ലേ. മിസ്സിംഗ് ലിങ്കിൽ കൂടെ വരുന്ന വണ്ടികളാണ് ആ പറന്നു പോകുന്നത് റൈറ്റ് സൈഡിൽ കൂടെ. നമ്മളാ ഇപ്പൊ കണ്ടില്ലേ, അത് അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്റ്റാർട്ടിങ് അത്. ഇവിടെ ഏതോ വണ്ടി മറിഞ്ഞത്, എന്താ പൗഡർ ആയിരുന്നു, അതോ കെമിക്കലാണ്. ഇവിടം തൊട്ടേ 8 ലൈൻ ആക്കി. 6 ലൈൻ ആയിരുന്നല്ലോ, ഇവിടം തൊട്ട് 8 ലൈൻ ആക്കി. എന്നുവെച്ചാൽ മിസ്സിംഗ് ലിങ്ക് കൂടെ വന്ന് ഇങ്ങോട്ട് ചേരുമ്പോൾ പിന്നെ തിരക്ക് കൂടുമല്ലോ. നമ്മളെ പതുക്കെ തേർഡ് ഗിയറും കൊടുത്ത് എഞ്ചിൻ ബ്രേക്കും ഇട്ട് ഇറങ്ങി വന്നതുകൊണ്ട് ടയറും ചൂടായിട്ടില്ല, ബ്രേക്കും അധികം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അല്ലേ. അപ്പൊ ബ്രേക്ക് കൂടുതൽ ചവിട്ടുമ്പോഴേ വീല് ചൂടാകുന്നേ. അപ്പം ഇറക്കം ഘാട്ട് ഇറങ്ങി വരണ്ടേ ഇതുപോലെ വരണ്ടേ. നമ്മൾ നോക്കും വേറെ വണ്ടികളൊക്കെ പറന്നു പോകും, അതൊന്നും നോക്കി നമ്മൾ പോകരുത്.
നമ്മൾ പതുക്കെ നമുക്ക് പറ്റുന്ന സ്പീഡിൽ പതുക്കെ ഇറങ്ങി വന്നാൽ വെയിലും ചൂടാകുകയില്ല, ബ്രേക്കും കിട്ടാതെ വരികയില്ല, നല്ല പോലെ താഴെ ഇറങ്ങി വരാം. ഒരു 5-10 മിനിറ്റോ താമസിച്ചോട്ടെ, അതുകൊണ്ട് എന്താ കുഴപ്പം? വണ്ടിക്കും കുഴപ്പമൊന്നുമില്ല, നമുക്കും കുഴപ്പമില്ല, സേഫായിട്ട് ഇറങ്ങി വരാം. ഇപ്പോൾ നമ്മൾ കണ്ടാള ഘാട്ടൊക്കെ ഇറങ്ങി ഇതേ താഴെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നോക്കിയാ ഡിസ്കൽ ഒന്ന് ചെറുതായിട്ട് തൊട്ട് നോക്കിയേ, തൊട്ട് പിടിക്കല്ലോ കേട്ടോ, ചെറിയ ചൂടുണ്ടാവും. വലിയായിട്ട് പിടിക്കലെന്ന് എനിക്കറിയാം, ചെറിയ ചൂടുള്ളൂ, അതിന് കുഴപ്പമില്ല. കണ്ടോ? ആ സമയം കണ്ടവാനം ബ്രേക്ക് ചവിട്ടി വന്നാണ്ടല്ലോ ഇവിടെ വരുമ്പോ പുകയും ഡിസ്കാന്നൊക്കെ പുക. എനിക്കറിയാം, നമ്മൾ ഇന്നാൾ എല്ലാവരുടെ ലക്നൗ ട്രിപ്പിന് പോയിട്ട് വന്നിട്ട് വണ്ടിയുടെ ടയർ ഇതുപോലെ ചവിട്ടി പോകാൻ ഞാൻ കണ്ട. എന്നാ പിന്നെ ഭിവണ്ടിയിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് നാളെ വീണ്ടും കാണാം.